നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടകയിൽ വാഹനാപകടം. വയനാട് സ്വദേശികളായ 2 പേർ മരിച്ചു. 9 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞു. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നം. സർക്കാർ തീരുമാനം പ്രഹസനം. CK ശശീന്ദ്രന്റെ നിലപാട് ജോർജിന്റെ കുടുംബത്തോടുള്ള അനീതിയെന്ന് സമരസഹായ സമിതി. ഭൂമി കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് വിട്ടു നൽകണമെന്നും സമിതി. പോക്സോ നിയമം നടപ്പാക്കുന്നതിൽ ഇരട്ട നീതിയെന്ന് കമ്മിറ്റി അഗൻസ്റ്റ് പോക്സോ ഓൺ ട്രൈബൽ മാരേജ്. നിരപരാധികളായ ആദിവാസികളെ പോക്സോ ചുമത്തി ജയിലിലടയ്ക്കുന്നതിനെതിരെ 21-ന് കളക്ടറേറ്റിന് മുൻപിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും. കൃഷിയിടത്തിൽ കെട്ടിയിട്ട പശുവിനെ കടുവ കടിച്ചുകൊന്നു. സംഭവം വണ്ടിക്കടവ് മാടപ്പള്ളിക്കുന്നിൽ. പ്രദേശത്ത് ഒരാഴ്ചയായി കടുവ ശല്യം രൂക്ഷം. പശ്ചാത്തല വികസനത്തിനും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് 92,79,979 രൂപ വരവും 92,88,84,971 രൂപ ചിലവും 1,79,500 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 4 വർഷത്തിനകം സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കാനും ലക്ഷ്യം. വിശദമായ വാർത്തകളിലേക്ക്. കർണാടകയിൽ ജീപ്പ് മറിഞ്ഞ് വയനാട് സ്വദേശികളായ 2 പേർ മരിച്ചു. സഹയാത്രികരായ 9 പേർക്ക് പരിക്ക്. തിരുനെല്ലി അരണപ്പാറ നാഗമന രാഘവന്റെ മകനായ ജീപ്പ് ഡ്രൈവർ അജീഷ്, അപ്പപ്പാറ കാരമാട് സിനോജ് എന്നിവരാണ് മരിച്ചത്. അജീഷ് സംഭവ സ്ഥലത്ത് വെച്ചും സിനോജ് ജില്ലാ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. തോൽപ്പെട്ടിയിൽ നിന്നും തൊഴിലാളികളെയും കൊണ്ട് കർണാടകയിലേക്ക് പോയ ജീപ്പ് കുട്ടം കാക്കൂർ JC സ്കൂളിന് സമീപം വെച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കൊടുക്കുന്ന പറഞ്ഞിട്ട് ഡ്രൈവർ ചത്തുപോയി. ഇങ്ങോട്ട് പോയായിരുന്നു, അങ്ങോട്ടേക്ക് പണിക്ക് പോകായിരുന്നു. കൊടുകിലേക്ക് പണിക്ക് പോകായിരുന്നു രാവിലെ. കുട്ടത്തുനിന്ന് രാവിലെ പണിക്ക് പോകായിരുന്നു. എവിടെ വെച്ചാൽ പറഞ്ഞേ? കാക്കൂർ. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ ഭൂമി പ്രശ്നം. സർക്കാർ തീരുമാനം പ്രഹസനമെന്ന് സമരസഹായ സമിതി. പ്രശ്നത്തിൽ നിന്നും MLA CK ശശീന്ദ്രന്റെ നിലപാട് ജോർജിന്റെ കുടുംബത്തോടുള്ള അനീതിയെന്നും സബ് കളക്ടറുടെയും വിജിലൻസിന്റെയും റിപ്പോർട്ട് പ്രകാരം ഭൂമി കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് വിട്ടു നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും സമരസഹായ സമിതി. അതേസമയം സർക്കാർ തീരുമാനം ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമെന്ന് കളക്ടറേറ്റ് പടിക്കൽ സമരം നടന്ന ജോർജിന്റെ മരുമകൻ ജെയിംസ്. കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ ഭൂമി പ്രശ്നത്തിൽ സബ് കളക്ടറുടെ റിപ്പോർട്ടിലും വിജിലൻസ് റിപ്പോർട്ടിലും ഭൂമി ജോർജിൻ്റേതാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ അന്നത്തെ സബ് കളക്ടറായിരുന്ന ശ്രീറാം സാംബശിവറാവു തന്റെ റിപ്പോർട്ടിൽ ഭൂമി ജോർജിന് അവകാശപ്പെട്ടതാണെന്നും വനംവകുപ്പിൻ്റേതല്ലെന്നും അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. MLA CK ശശീന്ദ്രൻ പോലും ഇക്കാര്യം സമ്മതിച്ചതും തന്റെ കൂടി ഇടപെടലിന്റെ ഫലമാണ് സബ് കളക്ടറുടെ റിപ്പോർട്ടെന്നും തുറന്നു സമ്മതിച്ചതുമാണ്. ഭൂമി സംബന്ധിച്ച് നിലവിൽ കോടതിയിൽ കേസും നിലനിൽക്കുന്നില്ല. എന്നിട്ടും വീണ്ടും ഒരു അന്വേഷണം നടത്താൻ കലക്ടറെ ചുമതലപ്പെടുത്തിയത് തീർത്തും പ്രഹസനമാണ്. ഇക്കാര്യത്തിൽ CK ശശീന്ദ്രൻ MLAയുടെ നിലപാട് ജോർജിന്റെ കുടുംബത്തോടുള്ള അനീതിയാണെന്നും സമരസഹായ സമിതി കുറ്റപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹത്തെ 25-ാം കബളിപ്പിച്ചു. അതിന് പുറമെ ഈ 29-ാം തീയതി അത് മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും സംസാരിക്കുമ്പോൾ അവിടുന്ന് കമലി എടുത്തു പറഞ്ഞു ഈ കേസ് തള്ളിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞ അദ്ദേഹം ഒഴിഞ്ഞു പോകാൻ ശ്രമം എന്തായാലും നടത്തിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് അത്രമാത്രം പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു, അദ്ദേഹം ഇടപെട്ടുണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന റിപ്പോർട്ട് കോടതി എത്തിക്കാമായിരുന്നു. ജെയിംസ് പവർഫുൾ ആണ് അദ്ദേഹം. അതേസമയം ഭൂമി ലഭിക്കുന്നതിനായി കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ മരുമകൻ ജെയിംസ് കലക്ടറേറ്റ് പടിക്കൽ നടത്തുന്ന നീതി നിഷേധ സമരം ഇന്നത്തേക്ക് 580-ാം ദിവസം പിന്നിട്ടു. കലക്ടറെ ചുമതലപ്പെടുത്തിയ സർക്കാർ തീരുമാനം ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണെന്നും ജെയിംസ് പറയുന്നു. ജോർജ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ജോർജിന്റെ ഭൂമിയാണെന്ന് വിജിലൻസ് SP-യും സബ് കളക്ടറും പിന്നെ കേശേന്ദ്രകുമാർ, പിന്നെ നമ്മളെ BP ഗോപി, ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ ഭൂമി ജോർജിന്റെ കൈവശം ഇരിക്കുന്ന ഭൂമി തന്നെയാണ് കണ്ടെത്തിയത്. വനവകുപ്പിന്റെ ഭൂമി വളരെ അകലത്തിലുള്ളതാണെന്ന് സാർ ഈ പറയുന്ന IAS-കാരനും IPS-കാരനും ഒക്കെ ഗവൺമെന്റിന് ശുപാർശ ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് വീണ്ടും എന്തിനാണ് ഈ ആടിനെ പട്ടിയാക്കുന്ന മാതിരിയുള്ള ഒരു ഏർപ്പാട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വാദങ്ങളും എതിർവാദങ്ങളുമൊക്കെ പറഞ്ഞാലും ജെയിംസിന്റെ സമരത്തിന് പ്രശ്നപരിഹാരമാകേണ്ടത് ഇവിടുത്തെ അധികാരവർഗം തന്നെയെന്നതിൽ തെല്ലും സംശയമില്ല. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, കൽപ്പറ്റ.
കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ ഭൂമി പ്രശ്നം. സർക്കാർ തീരുമാനം. കളക്ട്രേറ്റിൽ സുരക്ഷയൊരുക്കി പോലീസ്. തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ വിന്യസിച്ച് ഇന്ന് രാവിലെ മുതൽ കളക്ട്രേറ്റ് പരിസരത്ത് സുരക്ഷയൊരുക്കിയത്. ഭൂമി പ്രശ്നം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റ് വളപ്പിലെ ബഹുനില കെട്ടിടത്തിന് മുകളിൽ കയറി യുവാക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സുരക്ഷയൊരുക്കിയിരിക്കുന്നത്. പോക്സോ നിയമം നടപ്പാക്കുന്നതിൽ ഇരട്ട നീതിയെന്ന് കമ്മിറ്റി അഗെയിൻസ്റ്റ് പോക്സോ ഓൺ ട്രൈബൽ മാരേജ് ഭാരവാഹികൾ. കൊട്ടിയൂർ പീഡനത്തിന്റെ കർട്ടനു പുറകിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണമെന്നും നിരപരാധികളായ ആദിവാസികളെ പോക്സോയിൽപ്പെടുത്തി ജയിലിലിടുന്നതിനെതിരെ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുമെന്നും ഇതിന്റെ ഭാഗമായി 21-ന് കളക്ട്രേറ്റിന് മുൻപിൽ ഉപവാസ സമരം നടത്തുമെന്നും നേതാക്കൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊട്ടിയൂർ പീഡനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പോക്സോ നിയമം നടപ്പാക്കുന്നതിൽ ഭരണാധികാരികൾ ഇരട്ടനീതിയാണ് നടപ്പാക്കുന്നത്. ആചാരപ്രകാരം ഒരുമിച്ച് ജീവിച്ചതിന്റെ പേരിൽ പോക്സോ ചാർത്തി ജയിലിലടച്ചപ്പോൾ കൊട്ടിയൂർ പീഡന കേസിലെ കൂട്ടുപ്രതികളെ സംരക്ഷിക്കാൻ പോക്സോ നിയമത്തിൽ വെള്ളം ചേർത്തു. പ്രധാന പ്രതി ഫാദർ റോബിനെ രക്ഷപ്പെടുത്താൻ കൂട്ടുനിന്ന കൂട്ടുപ്രതികൾ അധികാര ദുർവിനിയോഗം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ ഗുരുതര കുറ്റം ചെയ്തിട്ടും റോബിന്റെ അറസ്റ്റിന് ശേഷം തുടരന്വേഷണം മന്ദീഭവിപ്പിക്കുകയും മുൻകൂർ ജാമ്യം നേടാൻ കോടതിയിൽ സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ ദുർബല വകുപ്പുകൾ എഴുതി ചേർക്കുകയും ചെയ്തത് ഇരട്ട നീതിയാണ്. പോക്സോ നിയമത്തിന്റെ മറവിൽ ആദിവാസി യുവാക്കളെ വേട്ടയാടുകയാണ് മുൻ CWC ചെയർമാൻ ചെയ്തത്. കൊട്ടിയൂർ പീഡനത്തിന്റെ സകല വിവരങ്ങളും അറിയാമെന്നിരിക്കെ മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. 10 ലക്ഷം രൂപ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് അല്ലെങ്കിൽ കൊടുത്ത് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ നിർബന്ധിച്ച അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, അതോടൊപ്പം തന്നെ റോബിന് കാനഡയിലേക്ക് പോകാനുള്ള വിസ ശരിയാക്കി കൊടുക്കുകയും അതിനുവേണ്ടി ഒത്താശകൾ ചെയ്ത ബിഷപ്പ് ജോസ് പൊരുന്നേടത്തെ പോലും ഇത് പ്രതിയാക്കിയിട്ടില്ല. ആദിവാസി മേഖലയായിട്ടുള്ള അട്ടപ്പാടിയും അതോടൊപ്പം തന്നെ വയനാടിൽ പോക്സോ നിയമം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അവരിൽ പ്രായോഗികമായിട്ട് നടപ്പിലാക്കുമ്പോൾ നിയമസാമാജികർ ഒരു നിമിഷം ആലോചിക്കേണ്ടതായിരുന്നു. മതത്തിന്റെയും അധികാരത്തിന്റെയും സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് ഇത്തരം കാട്ടുനീതി നടപ്പിലാക്കുന്നതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ആദ്യപടി എന്ന നിലയിൽ 21-ന് രാവിലെ 10 മണി മുതൽ കലക്ട്രേറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PA പൗരൻ, കൺവീനർ PG ഹരി, സാം P മാത്യു, K അമ്മിണി, വർഗീസ് വട്ടേക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് വിഷൻ, കൽപ്പറ്റ. പശ്ചാത്തല വികസനത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. ബ്ലോക്കിന് കീഴിലെ 5 ഗ്രാമപഞ്ചായത്തുകളിൽ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിനും ജൈവ പച്ചക്കൃഷി ഉൾപ്പെടെയുള്ള കാർഷികോത്പാദനത്തിനും പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് 2016-17 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് KJ പൈലി ഭരണസമിതി മുൻപാകെ അവതരിപ്പിച്ചത്. 92,79,979 രൂപ വരവും 92,88,84,971 രൂപ ചിലവും 1,79,500 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 4 വർഷത്തിനകം സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കാനും ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. ഈ വർഷം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ പുത്തൻ ഉണർവ് സൃഷ്ടിക്കുന്നതിനും കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് കൃഷി മുഖ്യ ജീവനോപാധിയാക്കിയ വനിതാ ഗ്രൂപ്പുകൾക്ക് 22 ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തുന്നു. നമ്മുടെ നാട് ഭക്ഷ്യോൽപാദനത്തിൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ വിഷത്തിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷി മുഖ്യ ജീവനോപാധിയാക്കിയ വനിതാ ഗ്രൂപ്പുകൾക്ക് 22 ലക്ഷം രൂപയും വിഷമില്ലാത്ത പച്ചക്കറി ലക്ഷ്യം വെച്ച് സമഗ്ര പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിനായി 22 ലക്ഷവും ക്ഷീരമേഖലയിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തുകൾ വഴി 21.69 കോടി രൂപയുമാണ് കാർഷിക മേഖലയ്ക്കായി നീക്കിവെച്ചത്. പശ്ചാത്തല മേഖലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വികസന ഫണ്ടിൽ നിന്നും 2,08,38,226 രൂപയാണ് മാറ്റിവെച്ചത്. ബ്ലോക്കിന് കീഴിൽ വരുന്ന പേര്യ, നല്ലൂർനാട്, പൊരുന്നന്നൂർ CHSCകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി മെയിൻ്റനൻസ് ഗ്രാന്റായി 75,57,000 രൂപയും അനുവദിച്ചു. പട്ടികവർഗ വിഭാഗം അധിവസിക്കുന്ന കോളനികളിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി പട്ടികവർഗ ഫണ്ടിൽ നിന്നും 1.96 കോടി രൂപയും പട്ടികജാതി കോളനികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 15,45,600 രൂപയും വൃദ്ധർ, ഭിന്നശേഷിയുള്ളവർ എന്നിവർ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നതിനായി 42,92,915 രൂപയും ബജറ്റിൽ വകയിരുത്തി.
ബ്ലോക്കിലെ 17 സ്കൂളിലെ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിക്കുന്നതിന് 7,37 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ ഈ വർഷം നടപ്പിലാക്കി വരുന്ന ആർദ്രം ആശ്വാസകിരൺ പദ്ധതികൾക്കായി 4 ലക്ഷം രൂപ, വനിതകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി വനിതാ സ്വയം തൊഴിൽ സംരംഭകർക്ക് 41,80,830 രൂപ എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അടുത്തിടെ 4 വർഷത്തിനകം ഈ വർഷത്തിൽ 700 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് പദ്ധതി. ത്രിതല പഞ്ചായത്തുകളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സഹായത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി ആകെ 21 കോടി രൂപ മാറ്റിവെച്ചു. ഹാഡ, നബാർഡ്, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതികളിലൂടെ റോഡ് വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനായി 4,35 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ നീക്കിവെച്ചു. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് പ്രീതാരാമൻ അധ്യക്ഷത വഹിച്ചു. വയനാട് വിഷൻ, മാനന്തവാടി. വിൽപ്പന നികുതി കുടിശ്ശിക വരുത്തിയതിന്റെ പേരിൽ മാനന്തവാടി സപ്ലൈകോ ഡിപ്പോയുടെ വാഹനം ജപ്തി ചെയ്യുന്നതിനെതിരെ ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചു. 2012 മുതൽ 2016 വരെ കുടിശ്ശിക ഇനത്തിൽ 1.5 കോടിയോളം രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം മാനന്തവാടി തഹസിൽദാർ NI ഷാജുവിന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ജപ്തി നടപടികൾ ആരംഭിച്ചത്. ആദ്യപടിയായി സപ്ലൈകോയുടെ മൊബൈൽ മാവേലി യൂണിറ്റ് വാഹനം കണ്ടുകെട്ടാൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് തഹസിൽദാർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ സപ്ലൈകോയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും റവന്യൂ വകുപ്പ് അക്കൗണ്ടുകൾ സീസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഡിപ്പോ മാനേജർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിലാണ് WPC 8786/17 നമ്പർ പ്രകാരം ജപ്തി നടപടികൾ താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ചില സാങ്കേതിക തകരാറുകൾ കാരണമാണ് ഇത്രയും വലിയ തുക കുടിശ്ശികയായതെന്ന് ഡിപ്പോ അധികൃതർ അറിയിച്ചു. വയനാട് വിഷൻ, മാനന്തവാടി. കൃഷിയിടത്തിൽ കെട്ടിയിട്ട പശുവിനെ കടുവ കടിച്ചു കൊന്നു. വണ്ടിക്കടവ് മാടപ്പള്ളിക്കുന്ന് ആനപ്പുഴയിൽ വിനോദിന്റെ 2 വയസ്സുള്ള പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. പ്രദേശത്ത് ഒരാഴ്ചയായി കടുവശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. പശുവിന്റെ കരച്ചിൽ കേട്ട് ആളുകൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ കടുവ ഓടിപ്പോയി. പശുവിന്റെ കഴുത്തിനാണ് മുറിവേറ്റത്. ഒരാഴ്ചയായി ഈ മേഖലയിൽ കടുവശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. വളർത്തുമൃഗങ്ങൾക്കും ഒരു സുരക്ഷയുമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എർത്ത് ലൈൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ഫലപ്രദമായ രീതിയിലല്ല ഇവിടെ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഓരോ മാസം ഈ ആന വരും, ആന ചവിട്ടി വിളിക്കും, പിന്നെ നന്നാക്കും. അങ്ങനെ കുറേ കാലമായിട്ട് തുറന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണിത്. ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അതിനുള്ള സഹായം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. പുൽപ്പള്ളി വെറ്ററിനറി സർജന്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പശുവിന്റെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തു. ഉടമയ്ക്ക് വനംവകുപ്പിൽ നിന്നും സഹായം നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വയനാട് വിഷൻ, പുൽപ്പള്ളി. മുള്ളൻകൊല്ലി സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള മാടൽ വിശുദ്ധ ചാവറയച്ചന്റെ കുരിശുപള്ളിയിൽ മോഷണം. പള്ളിക്ക് മുന്നിലുള്ള ഭണ്ണാരപ്പെട്ടിയുടെ പൂട്ടും ദേവാലയത്തിനുള്ളിലെ നേർച്ചപ്പെട്ടിയും തകർത്താണ് മോഷണം നടത്തിയത്. ദേവാലയത്തിനുള്ളിലെ നേർച്ചപ്പെട്ടി മോഷണത്തിനു ശേഷം ദേവാലയം മുറ്റത്ത് കൊണ്ടിട്ടു. അലമാരയിലും ആൽത്താരയിലും മോഷണശ്രമം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. തുടർന്ന് പുൽപ്പള്ളി പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പെരിക്കല്ലൂർ സ്കൂളിന്റെ പൂട്ടുപൊളിച്ച് ലാപ്ടോപ്പ് ഉൾപ്പെടെ മോഷ്ടിച്ചതായി സ്കൂൾ അധികൃതർ പുൽപ്പള്ളി പോലീസിന് പരാതി നൽകി. ഈ കഴിഞ്ഞ രാത്രിയിൽ ഇവിടുത്തെ പണ്ടാരം തകർത്ത് അതിലെ പൈസ എടുക്കുകയും അതുപോലെ തന്നെ പള്ളി തുറന്ന് പള്ളിക്കുള്ളിലിരുന്ന നേർച്ചപ്പെട്ടി എടുത്ത് പുറത്ത് കൊണ്ടുപോയി തല്ലിപ്പൊളിച്ച് അതിലെ പൈസകൾ അപഹരിക്കുകയും അതുപോലെ പള്ളിക്കുള്ളിൽ ഒത്തിരി നാശനഷ്ടങ്ങൾ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ ഇതിനു മുമ്പും കാലഘട്ടങ്ങളിൽ പള്ളിയിൽ ഇങ്ങനെ കള്ളം കയറി ഇതിങ്ങനെ നശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. മാടൽ കപ്പേളയിൽ മോഷണം നടത്തിയവരെ പിടികൂടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുള്ളൻകൊല്ലി സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെല്ലിക്കുന്നേൽ ആവശ്യപ്പെട്ടു. വയനാട് വിഷൻ, പുൽപ്പള്ളി. സൗത്ത് ഇന്ത്യൻ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം 19 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിൻഡ് വാലി റിസോർട്ടിൽ രാവിലെ 10 CK ശശീന്ദ്രൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ കാപ്പി കർഷകർ സങ്കീർണങ്ങളായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ കാപ്പിക്കുരുവിന് ന്യായവില ലഭിക്കുന്നില്ല. കാപ്പി കൃഷി വികസനത്തിനായി കേരള സർക്കാരുകൾ നടപ്പാക്കുന്ന പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്തുന്നില്ല. കുളം, കിണർ, ഗോഡൌൺ, ഇറിഗേഷൻ തുടങ്ങിയ സ്കീമുകൾക്ക് കാലാനുസൃതമായി നിർമ്മാണ ചെലവിന്റെ വർധനവിന്റെ അടിസ്ഥാനത്തിൽ സഹായ പദ്ധതികളില്ല. സബ്സിഡികളും മുടങ്ങിക്കിടക്കുകയാണ്. ഇതിന് പരിഹാരം കാണണം.
കോഫി ബോർഡ് മുൻ വൈസ് ചെയർമാനും നാളികേര വികസന ബോർഡ് വൈസ് ചെയർമാനുമായ PC മോഹന് സമ്മേളനത്തിൽ സ്വീകരണം നൽകും. പ്രൊഫസർ KP തോമസ് മികച്ച കർഷകരെ ആദരിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കാപ്പി കൃഷി വികസനം മുൻനിർത്തി കാർഷിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാറും നടത്തും. സൗത്ത് ഇന്ത്യൻ കോഫി ഗ്രൂവേഴ്സ് അസോസിയേഷൻ്റെ 19ാം വാർഷിക സമ്മേളനം ഈ മാസം 21-ാം തീയതി കൽപ്പറ്റ ഞങ്ങളുടെ മുൻപ് ജനറൽ സെക്രട്ടറി ആയിരുന്ന മരണപ്പെട്ട OK അബ്രഹാം ഹാജി നഗർ അവിടെ വെച്ചാണ് നടത്തപ്പെടുന്നത്. കൽപ്പറ്റ MLA ശ്രീ CK ശശീന്ദ്രനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താസമ്മേളനത്തിൽ സൗത്ത് ഇന്ത്യൻ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KJ ദേവസ്യ, കൂട്ടറ ദാമോദരൻ, C മമ്മി, രാജേന്ദ്ര പ്രസാദ്, ജോസഫ് മണിശ്ശേരി, NO ദേവസ്യ, കുര്യൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. വയനാട് വിഷൻ, കൽപ്പറ്റ. മാനന്തവാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിവർണം പ്രതിനിധി കുടുംബ സംഗമം മാർച്ച് 18-ന് 2 മണിക്ക് മാനന്തവാടി നഗരസഭാ കമ്മ്യൂണിറ്റി ഹാളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘപരിവാർ ശക്തികളുടെ വർഗീയതയ്ക്കും CPM-ന്റെ കൊലയാളി രാഷ്ട്രീയത്തിനുമെതിരെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും ബൂത്ത് തല പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും വേണ്ടിയാണ് കുടുംബസംഗമം നടത്തുന്നത്. 75 വയസ്സ് കഴിഞ്ഞ സജീവ പ്രവർത്തകരായിരുന്നവരെ പരിപാടിയിൽ ആദരിക്കും. IC ബാലകൃഷ്ണൻ MLA ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കും. പ്രാദേശികവാദങ്ങൾക്കും കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾക്കും അതീതമായി മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും കാവലാളായി മാറാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും സജ്ജമാക്കുക എന്നതും കൂടിയാണ് ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. വാർത്താസമ്മേളനത്തിൽ ഡെന്നിസൺ കണിയാരം, അഡ്വക്കേറ്റ് NK വർഗീസ്, AKND മൊയ്തൂട്ടി, PV ജോർജ്, സാബു പുന്നിയൽ എന്നിവർ പങ്കെടുത്തു. വയനാട് വിഷൻ, മാനന്തവാടി. 7ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കേന്ദ്ര സർക്കാർ ജീവനക്കാർ പണിമുടക്കി. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫെസ്റ്റോ കൽപ്പറ്റയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. NA വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. TK അബ്ദുൽ ഗഫൂർ, KN വിനോദ് കുമാർ, CG രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. EK ബിജുജൻ, S സുരേഷ്, K ആനന്ദൻ, PV ഏലിയാമ എന്നിവർ നേതൃത്വം നൽകി. 10 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ശമ്പളവിഷ്കരണമായിട്ട് പോലും ശമ്പളത്തിന്റെ ആകെ 14% വർധനവുണ്ടാകുക എന്നുള്ള വലിയ ഒരു പ്രയാസം അത് ചൂണ്ടിക്കാണിക്കുകയും അവർ പ്രക്ഷോഭത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയമിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. എന്നാൽ ആ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വാങ്ങി ശമ്പളവിഷ്കരണം നടപ്പിലാക്കുന്നതിനോ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൽപ്പറ്റ ബ്ലോക്ക് രജത ജൂബിലി സമ്മേളനം നടന്നു. പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം നഗരസഭാ കൗൺസിലർ അജി ബഷീർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കൽപ്പറ്റ ബ്ലോക്ക് പ്രസിഡന്റ് M ഗോപാലൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് AP ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി. C രാധാകൃഷ്ണൻ നായർ, KP നാരായണൻ നായർ, MG രാജൻ, ഉഷാ ബേബി, MD ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ മാനന്തവാടി ബ്ലോക്ക് രജത ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി തരുവണയിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാരാമ്പറ്റ LHM ആയുഷ് ഹോമിയോ പ്രൈമറി ഹെൽത്ത് സെന്ററുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് V മാധവൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. K ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പെൻഷൻ പറ്റി പിരിഞ്ഞവരുടെ ഈ കൂട്ടായ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് തരുവണ ഗവൺമെൻറ് UP സ്കൂളിൽ പെൻഷൻ KSSB-യുടെ ആഭിമുഖ്യത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ട പഞ്ചായത്തിലെ വിദഗ്ധരായ 4 ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹോമിയോ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആതുര ശുശ്രൂഷ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പെൻഷനേഴ്സ് യൂണിയൻ്റെ ഈ സംരംഭം ജില്ലാ സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടും അതുപോലെ ബ്ലോക്ക് സമ്മേളനങ്ങളൊക്കെ മുന്നോടിയായിട്ട് ഇത്തരം ഡോക്ടർ വിപിൻ ഭാസ്കർ, ഡോക്ടർ മഞ്ജുഷ, ഡോക്ടർ ഷാജുനീസ, ഡോക്ടർ അശ്വതി എന്നിവർ രോഗികളെ പരിശോധിച്ചു. രോഗികൾക്ക് സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു. തൊട്ടിൽപാലം സ്വദേശി ഒടോരക്കുന്നിൽ റോയ് തോമസ് ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയതെന്നും ഇവർ പറഞ്ഞു. ചീട്ട് കളിക്കുന്നവരെയും ചീട്ട് കളിപ്പിക്കുന്നവരെയും ഈ പോലീസ് അന്വേഷിക്കുകയാണ്. മയക്കുമരുന്ന് മാഫിയ ഇവിടെ വിലസുകയാണ്. സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നു. ഇതൊന്നും നോക്കാൻ പുൽപ്പള്ളിയിലെ പോലീസിന് നേരമില്ല. പാവപ്പെട്ടവന്റെ മെക്കിട്ട് കയറുന്ന ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ നടപടിക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുന്നു.
നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കളക്ടറേറ്റ് മുൻപിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. VV ബേബി ഉദ്ഘാടനം ചെയ്തു. PA മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. PN സന്തോഷ് കുമാർ, K വാസുദേവൻ, NA സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കല്ലോടി സെന്റ് ജോസഫ്സ് UP സ്കൂളിന്റെ വാർഷികാഘോഷവും SSA നടപ്പാക്കിയ മലയാള തിളക്കം പദ്ധതിയുടെ പൂർത്തീകരണമായ വിജയവിദ്യാലയ പ്രഖ്യാപനവും മാർച്ച് 17 വെള്ളിയാഴ്ച 6 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിജയ വിദ്യാലയത്തിന്റെ പ്രഖ്യാപനം SSA ജില്ലാ പ്രൊജക്ട് ഓഫീസർ GN ബാബുരാജും സ്കൂൾ പ്രത്യേകമായി നടപ്പാക്കുന്ന അവധിക്കാല വായനശാലയുടെ ഉദ്ഘാടനം മാനന്തവാടി BPOK സത്യൻ മാസ്റ്ററും നിർവഹിക്കും. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. കഴിഞ്ഞ 69 വർഷക്കാലമായി കല്ലോടി മേഖലയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ കല്ലോടി സെന്റ് ജോസഫ്സ് UP സ്കൂളിൻ്റെ 69ാം വാർഷികാഘോഷം ഈ വെള്ളിയാഴ്ച നടക്കുകയാണ്. ഈ വാർഷികാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളെയും മലയാള ഭാഷയിൽ പഠനശേഷികൾ നേടിയെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രഖ്യാപനവും കൂടി ഇതോടൊപ്പം നടത്തപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ സെബാസ്റ്റ്യൻ കൊച്ചുകുടി, CV ജോർജ്, KU ഉലഹന്നാൻ, CK ഷാബു എന്നിവർ പങ്കെടുത്തു. വയനാട് വിഷൻ, മാനന്തവാടി. ചുമരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്ന കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകി തലപ്പുഴയിലെ ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മ. തലപ്പുഴയിലെ ടാക്സി ഡ്രൈവർമാരുടെ ഒരു ദിവസം വാഹനം ഓടിയ തുകയും കൂടാതെ ഉദാരമതികളായവരിൽ നിന്നും ധനസഹായം സ്വരൂപിച്ചുമാണ് തലപ്പുഴ പ്രദേശത്തുള്ള 6 കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായി ധനസഹായ വിതരണം നടത്തിയത്. തലപ്പുഴയിലെ ടാക്സി ഡ്രൈവർമാർ ഒരു ദിവസം വാഹനമോടിയ തുകയും ഈ തുക കൂടാതെ ഉദാരമതികളായവരിൽ നിന്നും ധനസഹായം സ്വരൂപിച്ചാണ് തലപ്പുഴ പ്രദേശത്തുള്ള 6 കിടപ്പ് രോഗികൾക്ക് വിതരണം ചെയ്തത്. മുൻവർഷങ്ങളിലും ഇവരുടെ കൂട്ടായ്മ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. തലപ്പുഴ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു ഷജിൽ കുമാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് RTO ബെന്നി പോൾ രോഗികളുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം വിതരണം നടത്തി. തലപ്പുഴ SI മനു, ASI ചാക്കോ, ഡ്രൈവേഴ്സ് കൂട്ടായ്മ ഭാരവാഹികളായ സതീഷ് കൊട്ടേക്കാട്ടിൽ, R ശശീന്ദ്രൻ, മുഹമ്മദ് ബാവ, രവീന്ദ്രൻ, റജി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ, മാനന്തവാടി. വരൾച്ച രൂക്ഷമായ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. CPM ഏരിയ സെക്രട്ടറി MS സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബിന്ദു ബിജു അധ്യക്ഷത വഹിച്ചു. ബേബി കാരക്കുന്നേൽ, CP വിൻസെന്റ്, റഷിദ പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കർണാടകയിൽ വാഹനാപകടം. വയനാട് സ്വദേശികളായ 2 പേർ മരിച്ചു. 9 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞു. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നം, സർക്കാർ തീരുമാനം പ്രഹസനം. CK ശശീന്ദ്രന്റെ നിലപാട് ജോർജിന്റെ കുടുംബത്തോടുള്ള അനീതിയെന്ന് സമരസഹായ സമിതി. ഭൂമി കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് വിട്ടു നൽകണമെന്നും സമിതി. പോക്സോ നിയമം നടപ്പാക്കുന്നതിൽ ഇരട്ട നീതിയെന്ന് കമ്മിറ്റി അഗൻസ്റ്റ് പോക്സോ ഓൺ ട്രൈബൽ മാരേജ്. നിരപരാധികളായ ആദിവാസികളെ പോക്സോ ചുമത്തി ജയിലിലടയ്ക്കുന്നതിനെതിരെ 21 കളക്ടറേറ്റിന് മുൻപിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും. കൃഷിയിടത്തിൽ കെട്ടിയിട്ട പശുവിനെ കടുവ കടിച്ചുകൊന്നു. സംഭവം വണ്ടിക്കടവ് മാടപ്പള്ളിക്കുന്നിൽ. പ്രദേശത്ത് ഒരാഴ്ചയായി കടുവ ശല്യം രൂക്ഷം. പശ്ചാത്തല വികസനത്തിനും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് 92,79,979 രൂപ വരവും 92,88,84,971 രൂപ ചിലവും 1,79,500 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 4 വർഷത്തിനകം സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കാനും ലക്ഷ്യം. ഇതോടെ പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വയനാട് വിഷൻ വാർത്തകൾ ഫേസ്ബുക്കിലും കാണും. സന്ദർശിക്കുക www.facebook/വയനാട് വിഷൻ ന്യൂസ്. ശുഭരാത്രി.